നിക്കറ് നിക്കറ് നനയ്ക്കാൻ പോകണോ? കണ്ടോ, വെള്ളത്തിൻ്റെ നടുക്കിരുന്നൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. ഒരു രക്ഷയില്ല. തപസ് ചെയ്യുവാണേടാ. തകർത്ത് ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ തൊടുപുഴയിലെ വീഡിയോ വീണ്ടും തുടങ്ങുകയാണ്. നമ്മുടെ അടിപൊളി സ്ഥലമാണ് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് കുറേയേറെ വീഡിയോ ചെയ്യാൻ പറ്റി. വണ്ണപ്പുറത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് ആനയാടിക്കുത്ത്. അപ്പോൾ നമ്മൾ ആനയാടിക്കുത്തിലോട്ട് പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം. അപ്പം നമ്മുടെ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പം നമ്മൾ നേരെ ആനയാടിക്കുത്തിലേക്ക്. നിക്കറ് നനയ്ക്കാൻ പോകണോ? നീ നിക്കറ് നനയ്ക്കാൻ പോവാണോ? ആണോ? എന്നാ പറയുന്നേ? ആഹാ, കൊടുക്കാൻ പോവാണോ? ആഹാ, പെതിയെ പോ. ടാറ്റാ. ഇതാണോ വീട്? പട്ടി കടിക്കല്ലോ കേട്ടോ. ടാറ്റാ. ഇവിടെ നമ്മുടെ ആനയാടിക്കുത്തിലേക്കുള്ള വഴിയാണിത്. മുഴുവൻ പോയി കിടക്കുവാണ്. ഓഫ് റോഡാണ്. അപ്പം സൂക്ഷിച്ച് വരിക. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഒരു പറമ്പിൽ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പം അവിടെ ആനയാടിക്കുത്തിന് തൊട്ട് പുറകിലുള്ളൊരു പറമ്പിൽ വലിയൊരു പാറ ഇരിക്കുന്നുണ്ട്. അന്യ പാറ കണ്ടോ, പാറയൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. പൊളി സ്ഥലം. നമ്മുടെ ആനയാടിക്കുത്തിൻ്റെ അങ്ങോട്ടുള്ള വഴിയിൽ അവിടെ കാണുന്ന ഒരു കല്ലൊക്കെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ താഴത്തെ പോയിന്റിലേക്ക് പോകാനുള്ള വഴി. കുറച്ചും കൂടെ നല്ലതായിട്ട് സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു അച്ഛനോട് ചോദിച്ചപ്പം ഇവിടുത്തെ ആന പണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ചാടിയിട്ടുണ്ടെന്നും അങ്ങനെയുണ്ടൊരു, അതുകൊണ്ടാണ് ഈ ആനയാടിക്കുത്തെന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത്. അടിപൊളി ഒരു സ്ഥലമാണ്. കുടുംബസമേതം ഓരോരുത്തരൊക്കെ വരുന്നുണ്ട്. യാതൊരു പ്രശ്നങ്ങളുമില്ല. നല്ലൊരു സ്ഥലമാണ്. ഇങ്ങനെ പോന്നുള്ളുന്ന ഇതുപോലെ നമ്മളിങ്ങനെ ഞുള്ളി എടുക്കണം അല്ലേ? അതിനെ ഇങ്ങനെ പോകുന്നതിന് മുമ്പേ അതിനെ ഇങ്ങനെ ഞുള്ളി എടുക്കണം. അസ്തമയം കാണാൻ പറ്റിയല്ലേ? താന്ന് പോട്ടെ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇതിനെ ഞുള്ളി എടുക്കും.
അന്യായം പൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ആനയാടിക്കുത്തി വന്ന് രാവിലെ തൊട്ട് വയ്യോളോടെ ഇരിക്കുന്നാലും ഒരു കുഴപ്പമില്ല. അതുപോലെ അന്യായം ഒരു വ്യൂ ഉള്ള സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല തണുപ്പും മരങ്ങളൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഓ പൊളി മോനെ, ഒരു രക്ഷയില്ല. ആനയാടിക്കുത്ത് എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഒന്നിനും മെച്ചം. അതാണ് തൊടുപുഴ. നമുക്ക് ഒന്നും അല്ലെങ്കിൽ അന്യായം സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര ഒരു വനത്തിന്റെ അല്ലേ? അതെ. ഇതിനൊക്കെ എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? അതെ അല്ലേ? അതെ. ഇതൊക്കെ കണ്ടു തന്നെ അറിയണം. അതെ, അനുഭവിച്ചു തന്നെ അറിയണം. അന്യായം കാണാം. ഇവിടുന്ന് കാണുന്ന ആ ഒരു വ്യൂ ഉണ്ട്, നല്ല നമ്മൾ ഓരോ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതുപോലുള്ള ആ ഒരു സൈറ്റൊക്കെ. ഇതാണോ എന്നാ ലൊക്കേഷനാണെന്ന് നോക്കി ഇടുക. നമ്മുടെ ആനയാടിക്കുത്ത് പൊളിയാണ് കേട്ടോ. അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ആനയാടിക്കുത്ത്. നമ്മുടെ ഇത് വരുന്നുണ്ടോ അവിടെ നോക്കി, എന്നാ ഒരു സ്റ്റൈലിനൊരു ആംബിയൻസ് ആണ് നോക്കി. പിള്ളേരെല്ലാം അവിടെ തകർക്കാണ്. നമ്മൾ ഇന്ന് ഇറങ്ങുന്നില്ല, കാരണം അത് കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല. അല്ലെ ഒന്നും പറയാനില്ല. ആനയാടിക്കുത്ത് നിങ്ങൾ ഫാമിലിയായിട്ട് വരണം, കാരണം ധാരാളം കുടുംബസമേത ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കടന്നു വരാം. നല്ലൊരു പ്ലേസാണ് ആനയാടിക്കുത്ത്. ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് ആനയാടിക്കുത്ത്. ആ പൊളി. നമ്മുടെ കുറച്ച് പേരെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നേ? തൊടുപുഴ. ആ, അപ്പോൾ ഇവിടുത്തെ പേര് തന്നെയാണ്. ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ? ആ, ആദ്യമായിട്ട് വരിക. വിഷമം തീരിക്കുക, ചാടാൻ പറ്റിയില്ലല്ലേ? ആ, ഓക്കെ. ശരി, എന്നാൽ കാണാം. അപ്പോൾ നമ്മുടെ ആനയാടിക്കുത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നല്ല പൊളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത സ്ഥലം അല്ലേ മനു? ആനയാടിക്കുത്ത് നല്ല നമുക്ക് പറയാനായിട്ട് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അതുപോലെ അന്യായ സാധനമായിരുന്നു. അപ്പം നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തോടു കൂടിയാണേലും വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾ വരിക, ആനയാടിക്കുത്ത്. ഓക്കെ, കാണാൻ മറക്കരുത്. നമ്മുടെ തൊടുപുഴയിലാണ് നമ്മുടെ ആനയാടിക്കുത്ത്. അപ്പം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കല്ല്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല കിട് ഫോട്ടോയാണ് നമ്മൾ ഇടുന്നത്, നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തിയേക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബായ്. കിടുക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ കിടുക്ക് സ്ഥലം, ഒരു രക്ഷയില്ല. ഇവിടെ ഫോട്ടോ എടുപ്പിൻ്റെ ബഹളം നടക്കുകയാണ് കണ്ടോ. വെള്ളത്തിൻ്റെ നടുക്കിരുന്നൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്, ഒരു രക്ഷയില്ല. തപസ് ചെയ്യുകയാണ് ഏട്ടാ, തകർത്ത്. ഓക്കെ, ആനയാടിക്കുത്തിൻ്റെ അന്യായം വ്യൂ. ഇരുട്ടായി, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് കയറുക കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം അല്ലേ മനു? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ആനയാടിക്കുത്തിനെ കുറിച്ച്? ആനയാടിക്കുത്ത് കാണാത്തവരെല്ലാം വന്ന് ആനയാടിക്കുത്ത് കാണണം കേട്ടോ. കാരണം അന്യ സ്ഥലം എന്ന് പറഞ്ഞാൽ അന്യ സ്ഥലം. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഒരു വൈകിട്ടൊരു 4 മണി ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഇവിടെ തകർത്ത് വാരിപ്പോകാൻ പറ്റും. അതായിരിക്കും തോന്നുന്നത് ഇവിടുത്തെ വെട്ടം വെച്ച് എനിക്ക് നോക്കിയിട്ടല്ലേ. നല്ലൊരു ടൈം സായാഹ്നത്തിൽ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഞങ്ങൾ പതിയെ കയറുവാണ്, ഇരുട്ടി. ഓക്കെ, ഇപ്പോൾ സമയം 6:15. ഉണ്ട് ഇവിടെ എല്ലാം നല്ല പോയിന്റുകളുണ്ട്. ഇവിടെയൊക്കെ വന്നിരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല അന്യായ സ്ഥലം എന്ന് പറഞ്ഞാൽ അന്യായ സ്ഥലമാണ്. നമ്മുടെ സൂര്യാസ്തമയമൊക്കെ നമുക്ക് കാണാൻ പറ്റി. നല്ലൊരു വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം ആനയാടിക്കുത്ത്. പൊളി. നമ്മുടെ ആനയാടിക്കുത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല സൂപ്പർ ഒരു സംഭവമായിരിക്കും. പക്ഷേ ആ സമയത്തൊക്കെ ഇവിടെ വരുമ്പോൾ സൂക്ഷിച്ചോണം, കാരണം ഇവിടെ ചെറിയ ചെറിയ അള്ളുകളുണ്ട്. ചെറുതല്ല,
വലിയ അള്ളുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ ആരും ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കില്ല. താഴെ ഒരു പ്രശ്നവുമില്ല. താഴെ ഇറങ്ങി നല്ല രീതിയിൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ മുകളിൽ ആരും ഇവിടെ ഈ അള്ളിലൊന്നും പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നോക്കണം. ആരും വന്ന് ഇവിടെ ഇറങ്ങരുത്. നല്ല അന്യായ ഒരു സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. നമ്മുടെ ആനയാടിക്കുത്ത് കണ്ട, കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നേ നല്ല പൊളിയായിരുന്നേ. ഇത് കണ്ടാ പാറ കിടക്കുന്നേ.